ഷാഡോ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു കാളവണ്ടി ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കമ്പി എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വളച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ വീലിന് വേണ്ടിയിട്ട്. നമ്മൾ പ്ലെയർ സ്പാനറൊക്കെ വെച്ചിട്ടാണ് ഇതൊന്ന് വളച്ചെടുത്തത്. എന്നിട്ട് നമ്മൾ ആ എൻഡ് ടോയ് ഉപയോഗിച്ചൊന്ന് കെട്ടി സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഫുള്ള് പണിയുന്നത് ടോയ് നൂലും ഈ കമ്പി ഉപയോഗിച്ചിട്ടാണ് ഈ കാളവണ്ടി ഫുള്ള് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലത്തെ 2 പീസ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, 2 വീലിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഈ വീഡിയോ കാണുന്ന പോലെ നമ്മളൊരു കമ്പി വളച്ചെടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ വീലിൻ്റെ ക്രോസ് വെക്കാനുള്ള ചക്രം പോലെയില്ല, കാല് പോലെ വെക്കുന്ന ആ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതും നമ്മൾ ഈ ഷേപ്പിൽ ഒന്ന് കെട്ടിയെടുക്കുന്നുണ്ട്. ഇതുപോലത്തെ 2 സെറ്റ് വേണം നമ്മൾ ഒരു വീലിന് വേണ്ടിയിട്ട്. അതായത് 8 കാലുള്ള ഒരു ചക്രമാണ് നമ്മൾ പണിയുന്നത്. അത് നമ്മൾ ഇതേപോലെ റൗണ്ട് ഷേപ്പ് സെൻറ്റർ വരുന്ന ഭാഗത്തായിട്ട് വെച്ചിട്ട് അതും നമ്മളൊന്ന് ടോയ് നൂല് ഉപയോഗിച്ച് കെട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് ആ റിങ്ങിലേക്കൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറച്ച് നീളത്തിലാണ് ആ കമ്പി എടുത്ത് വെച്ചത്. നമ്മൾ ബാലൻസ് വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ആ സെൻറ്ററിലെ ഹോള് കറക്റ്റ് സെൻറ്റർ വരുന്ന രീതിയിൽ തന്നെ വെച്ചിട്ട് ആണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതേപോലെ ചെറിയ പീസായിട്ട് ആ കാലിൻ്റെ ആ അളവിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ടോയ് നൂല് ഉപയോഗിച്ച് കെട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒരു കനം തോന്നിക്കാൻ വേണ്ടി, ചക്രത്തിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഇതിലൊരു റിങ്ങും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ചക്രത്തിൻ്റെ ഫുൾ റൗണ്ടിലെ കാട്ടി കുറച്ച് വലുപ്പത്തിൽ അത് നമ്മൾ ടോയ് നൂല് ഉപയോഗിച്ച് ഇങ്ങനെ കെട്ടിയെടുക്കും. അത് നമുക്ക് വണ്ണം തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്, ആ കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ചെറിയൊരു റിങ്ങായിട്ട് കമ്പി വളച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്, വീലിൻ്റെ ഇതേപോലെ സെൻറ്റർ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ക്രോസ് കമ്പി ഇടാൻ വേണ്ടിയിട്ട് നമ്മളൊരു നട്ടും കൂടി എടുത്ത് അതിനകത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്, കറക്റ്റ് കമ്പി കിടന്ന് ആ വീൽ ഉരുളാൻ വേണ്ടി. അത് നമ്മൾ ഇതേപോലെ തന്നെ ടോയ് നൂല് ഉപയോഗിച്ച് അതിനകത്ത് കെട്ടി സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വീല് 2 സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബോഡി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം.